കാസർഗോഡ് ചെർക്കള ജാൽസൂർ അന്തർ സംസ്ഥാന പാതയിൽ നവീകരണ പ്രവർത്തികൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചു എന്ന് പരാതി. ഒരു വർഷം മുൻപ് ടാറിങ്ങിനായ റോഡ് പലയിടത്തും പൊളിച്ചിട്ടെങ്കിലും പണി പാതി വഴിയിൽ നിർത്തിയിരിക്കുകയാണ്. മുള്ളേരിയ മുതൽ ജാൽസൂർ വരെയുള്ള ഭാഗങ്ങളിലാണ് റോഡ് ഗതാഗതം കൂടുതലായും ദുഷ്കരമായിരിക്കുന്നത്. അപകടത്തിന് വഴി തുറക്കുകയാണ് ചെർക്കള മുതൽ ജാൽസൂർ വരെയുള്ള അന്തർ സംസ്ഥാന പാത. കഴിഞ്ഞ മഴക്കാലത്തിന് മുൻപ് പൊളിച്ചിട്ട പാതയിൽ ഇതുവരെ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടില്ല. ചെർക്കള മുതൽ പുത്തൂർ മൈസൂർ ദേശീയപാതയിലെ ജാൽസൂർ വരെ 40 കിലോമീറ്ററോളം ദൂരമാണ് ഈ റോഡ്. ഇതിൽ ശാന്തിനഗർ വരെയുള്ള ഭാഗം ഒരു വർഷം മുൻപ് ടാറിംഗ് നടത്തിയിരുന്നു. ബാക്കിയുള്ള 18 കിലോമീറ്ററോളം ദൂരമാണ് പലയിടത്തും തകർന്നിരിക്കുന്നത്. മുള്ളേരിയ മുതൽ പടിയത്തടുക്ക് വരെയുള്ള പ്രദേശത്ത് മലയോര ഹൈവേക്കായി നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചെങ്കിലും അതും ഭാഗികമായി നിലച്ച മട്ടാണ്. കുണ്ടാർ മുതൽ പഞ്ചിക്കൽ വരെയുള്ള യാത്രയാണ് ഏറ്റവും ദുഷ്കരം. ഈ ഭാഗം തുടങ്ങുന്ന പറഞ്ഞ് ഈ ഭാഗത്ത് ബുൾഡോസറൊക്കെ വന്നിട്ട് JCB വന്നിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ശേഷം 2 അളവ് നടന്നിട്ടുണ്ട്. എന്താണെന്നുള്ള റിപ്പോർട്ട് ആർക്കും പറയാം. അവരെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് തന്നെ അറിയില്ല എന്താണെന്ന്. തുടർന്ന് എന്താണ് അതിൻ്റെ പിന്നിൽ എന്നുള്ളത് ഒന്നും കാണുന്നില്ല. കൊടും വളവുകളുള്ള റൂട്ടിൽ പലയിടത്തും വലിയ കുഴികൾ രൂപപ്പെട്ടത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഗാളിമുഖം ഭാഗത്ത് 6.5 കിലോമീറ്റർ റോഡ് കർണാടകത്തിലൂടെയാണ് കടന്നുപോകുന്നതെങ്കിലും ഉടമസ്ഥാവകാശം കേരള പൊതുമരാമത്ത് വകുപ്പിനാണ്. അന്തർ സംസ്ഥാന പാതയായിട്ടും റോഡ് നവീകരണം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നാണ് പരാതി. അടുത്തുള്ള ഞങ്ങളെ ടൗണാണ് മുള്ളേരിയ. മുള്ളേരിയയ്ക്ക് നമ്മൾ രോഗികളെ കൊണ്ട് ദിവസം 2, 3, 4 പ്രാവശ്യം ഓട്ടം ഉണ്ട്. അവർക്ക് ഓടുമ്പോഴേക്ക് ഇത് ഈ കുണ്ടും കുഴിയിലിട്ട് പോകുമ്പോൾ കൂടുതൽ ക്ഷീണമാകുന്നത്. അപ്പോൾ അതിനൊന്നൊരു പരിഹാരം പെട്ടെന്ന് അതിനായാലും നന്നായിരുന്നു. സുള്ള്യ, മടിക്കേരി, മൈസൂരു, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് 100 കണക്കിന് വാഹനങ്ങളാണ് ജില്ലയിലേക്ക് എത്തുന്നത്. ശബരിമല തീർത്ഥാടനം തുടങ്ങിയതിനാൽ കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലുള്ളവർ വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് ജാൽസൂർ ചെർക്കള പാതയിലൂടെയാണ് കടന്നുപോകുന്നത്. 2020 റോഡിൽ ചെറിയ തോതിൽ അറ്റകുറ്റപ്പണികൾ നടന്നിരുന്നു. പിന്നീട് റോഡ് വികസനത്തിനായി പ്രവൃത്തികൾ നടന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കൊടും വളവുകളാണ് ബോവിക്കാനം മുതൽ പഞ്ചിക്കൽ വരെയുള്ള ഭാഗങ്ങളിലൊക്കെ ഉള്ളത്. കൊടും വളവുകൾക്കൊപ്പം റോഡിൻ്റെ ശോചനീയാവസ്ഥ കൂടിയാകുമ്പോൾ അപകടങ്ങൾക്ക് യാതൊരു പഞ്ഞവും ഉണ്ടാകില്ല. അടുത്ത മഴക്കാലമാകുമ്പോഴേക്കെങ്കിലും റോഡ് പണി പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വിജേഷ് അണങ്കൂറിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. ചെർക്കള റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാണ്. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രതികരണങ്ങളിലേക്ക്. റോഡ് വളരെ മോശമാണ്. ഇപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാനും പോകാൻ പറ്റുന്നില്ല. പിന്നെ ആരെങ്കിലും പാസഞ്ചർ രോഗികളെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ തന്നെ ഇപ്പോൾ 2 വട്ടം ഇതിൻ്റെ ഫ്രണ്ട് അയച്ചു, ഇതിൻ്റെ പിൻബാരിങ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലോണം ഇരുചക്ര വാഹനത്തിൽ പോകുന്നവർ ഏകദേശം അവിടെ വീണ് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ. റോഡ് മോശമായിട്ടുള്ളത് അവിടെ കളിച്ച് വെച്ചിട്ടും ഇത് വളരെ ബുദ്ധിമുട്ടാണ് പോകുമ്പോൾ. ബോൾഡേഴ്സ് എല്ലാം എലീറ്റെല്ലായിട്ട് ഇതുകൊണ്ട് ബോളേഴ്സ് കളിച്ച് വെച്ചിട്ടുള്ളതല്ലേ, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റോഡിൽ എത്ര വർഷം ഞാൻ തന്നെ വീണിട്ടുണ്ട്. നോക്കട്ടെ, ഇതൊക്കെ വീണിൻ്റെ കളിയാണ്. അതുകൊണ്ട് റോഡ് നന്നാക്കി പോകാൻ പെട്ടെന്ന് ശരിയാക്കി തരണം. അതാണ് പറയാനുള്ളത്. മഴ കനക്കുകയാണ്. ആതിര പറയുന്നുണ്ട്, കളക്ടറോട് പറഞ്ഞ് കുട്ടികൾക്കൊക്കെ അവധി വാങ്ങിക്കൊടുക്കുക എന്നുള്ളത്. ജില്ലാ കളക്ടർമാർ സാഹചര്യം വിലയിരുത്തി അവർ തന്നെയാണ് അവധി പ്രഖ്യാപിക്കേണ്ടത്. അത് അവർ ചെയ്യേണ്ടതാണ്. അവർ ചെയ്യുകയും ചെയ്യും ആവശ്യമായ സാഹചര്യങ്ങൾ.